Welcome to another episode of DTech and CR. So today we are going to discuss about some topics related with circuits and network, which means electrical circuits and network. In electrical circuits and networks, we are mainly dealing with AC theorems, AC circuit theorems and DC circuit theorem. Today we are going to discuss about DC circuit theorems. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി സി സർക്യൂട്ട് തിയറംസിനെ കുറിച്ചാണ്. അതിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് സൂപ്പർ പൊസിഷൻ തിയറം, തെവനിൻസ് തിയറം, നോർട്ടൺസ് തിയറം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് തിയറംസ് ആണ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ദ ഫസ്റ്റ് വൺ ഈസ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോമ്പൻസേഷൻ തിയറം. Reciprocity theorem. Okay, so today we are going to discuss about maximum power transfer theorem, its proof, and reciprocity theorem. So let us start our topic. So first one is maximum power transfer theorem. Maximum power transfer theorem states that maximum power will deliver from source to load when load resistance is equal to source resistance. It's a very simple theorem. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറമാണ്. എന്താ പറയുന്നത്? മാക്സിമം പവർ വിൽ ഡെലിവർ ഫ്രം സോഴ്സ് ടു ലോഡ്. സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് മാക്സിമം പവർ ഡെലിവർ ആകും. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വോൾട്ടേജ് സോഴ്സോ കറണ്ട് സോഴ്സോ എന്താണോ ഒരു വോൾട്ടേജിന്റെ സ്റ്റാർട്ടിങ് എൻഡ് ഇരിക്കുന്നത്, അവിടെ നിന്ന് ലോഡിലേക്ക്, ലോഡ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ലോഡ് എന്ന് പറയുന്നത്, ലോഡിലേക്ക് മാക്സിമം പവർ വിൽ ഫ്ലോ വെൻ, ഒരു കണ്ടീഷൻ ഉണ്ട്. ദാറ്റ് കണ്ടീഷൻ ഈസ് വെൻ ദ ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സോഴ്സ് റെസിസ്റ്റൻസ്. ലോഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് വിച്ച് മീൻസ് ആർ എൽ എന്തിന് ഈക്വൽ ആകുമ്പോൾ? ഈസ് ഈക്വൽ ടു സോഴ്സ് റെസിസ്റ്റൻസ്. സോഴ്സിലുള്ള റെസിസ്റ്റൻസിന് ഈക്വൽ ആകുമ്പോൾ ആർ എസ് എന്ന് വിളിക്കും. ആർ എസിന് ഈക്വൽ ആകുമ്പോൾ. സോ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് maximum power will deliver from source to load when load resistance is equal to source resistance, which is shown here in the figure. Suppose this is Vs is the source voltage, which is the source ആണ്. This RL is connected to a particular load. ലോഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. So maximum power will deliver from source to load. Maximum power source നിന്ന് ലോഡിലേക്ക് വരും. When this load resistance RL is equal to source resistance RS. സോഴ്സിലെ റെസിസ്റ്റൻസ് ഉണ്ട് which is series with that voltage source. അത് തമ്മിൽ സീരീസ് ആകുമ്പോൾ maximum power will deliver from source to load. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോഡ് റെസിസ്റ്റൻസ് വേരിയബിൾ ആണ്. സോ ദിസ് ഇസ് വൈ സച്ച് എ സിമ്പിൾ ഇൻ ദിസ് ലോഡ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് വേരിയബിൾ റെസിസ്റ്റൻസ്. അതായത് അത് അഡ്ജസ്റ്റ് ചെയ്ത് വേരി ചെയ്തുകൊണ്ട് നമുക്ക് ആർ എസിന് ഈക്വൽ ആക്കാം ആർ എല്ലിനെ. സോ ദാറ്റ്സ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വിച്ച് യു ഹാവ് ടു കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ് വൈൽ ഡീലിംഗ് വിത്ത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. സോ ലെറ്റ് us see the proof of this. So first of all, proof. We have to prove that R is equal to R. So first of all, see the total current in this circuit. The whole circuit le total current kandupidikan I equal to V by R. R equivalent ആണ്. I equal to V by RS plus RL. Because these two are series. Okay. So first equation kitti current kandupidichu. We found out the current and power delivered in the load. ലോഡിൽ കിട്ടുന്ന പവർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് എന്ന് പറയുന്ന റെസിസ്റ്റീവ് ലോഡാണ്, വേരിയബിൾ റെസിസ്റ്റീവ് ലോഡാണ്. സോ പവർ കണ്ടുപിടിക്കാൻ ഐ സ്ക്വയർ ആർ എൽ ആണ്. ഈ ഗോട്ട് ഐ എബോവ് ഹിയർ വി ഡിവൈഡഡ് ബൈ ആർ എസ് പ്ലസ് ആർ എൽ എന്ന് പറയുന്ന അത് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആർ എൽ തന്നെ ഇടുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം പവർ ഡെലിവറി ചെയ്യുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. ഡി പി ബൈ ഡി എൽ DRL equal to 0. You have to differentiate that equation. You have to differentiate that power delivered to the load. So dP
by DRL with respect to the load resistance and equating that to 0. So what you have to do is to get the proof. First of all, find out the current in the circuit, I equal to V by R equivalent. So which gives you I equal to V by Rs plus RL. Now the power is given by I square RL. So substitute that values, and to get maximum power using power transfer theorem, you have to differentiate dP by dRL equal to 0. So what you get? dP by dRL. We already have what? dP, P. So you have to differentiate that with P, which gives V by Rs plus RL the whole square into RL. Okay. So which will gives you d by d of RL into what? Power, which gives you d by dRL of Vs square divided by Rs plus RL the whole square into RL. So you have to apply quotient rule. Quotient rule അറിയാമായിരിക്കും. Numerator into derivative of the denominator minus denominator into derivative of the numerator divided by denominator square. You have to apply this and you have to equate this to 0. Applying quotient rule and equating that to 0 will gives you what? Rs equal to RL, which is the proof, which is a very important short question. So maximum power transfer theorem may ask as a short question in university examinations, and you have to derive it with the proof, and you have to prove that Rs equal to RL. So that's all about maximum power transfer theorem. ഇനി നമ്മൾ പറയുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, അത് കമ്പൈൻ ചെയ്തേ ചോദിക്കൂ. either with superposition principle, Thevenin's theorem, or what? Norton's theorem. So it's a combination of other with other theorem. You have to solve that and convert that particular circuit to a single voltage source, and a load. Then convert using VTH, Thevenin's theorem, or Norton's theorem, whatever theorem which you studied, and you have to find maximum power delivered from source to load, which gives you Rs equal to RL. So adile problems varuna divasangalil namukku cheyan pattum. So next one is reciprocity theorem, and this is on an odd theorem, and this is on theorem which is entirely different from other theorems, which superposition, Thevenin's, Norton's, maximum power transfer theorem. It's nothing but very simple. The concept is like this. Suppose we have a circuit as shown in figure. And the figure shows that, suppose there is an electrical circuit or network which is shown here in the box. Network, ഒരു സർക്യൂട്ട് ഉണ്ട്, അത് പെട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ്, ഒരു നെറ്റ്വർക്ക്. അതിലൊരു ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ടെർമിനൽസിൽ. ആ ഇൻപുട്ടിൽ ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യാണ്, വി എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഔട്ട്പുട്ടിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന, ഒരു ടെർമിനൽസിന് അക്രോസ് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന, വിതർ ഇറ്റ് മേ ബി റെസിസ്റ്റർ ഓർ ഇൻഡക്ടർ ഓർ എനിത്തിങ്, ഒരു ലോഡ് ഉണ്ട്, ആ ലോഡിൽ കൂടി കറണ്ട് ഔട്ട്പുട്ട് കിട്ടുകയാണ് എങ്കിൽ, സപ്പോസ് ദിസ് ഇസ് എ സർക്യൂട്ട്, അതാ പറയുന്നത്. Okay, there is a single voltage source V in branch A, or VA in branch A produces a current I in branch B. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വോൾട്ടേജ് സോഴ്സ്, ഇൻപുട്ടിലിരിക്കുന്ന വോൾട്ടേജ് സോഴ്സിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് അതുപോലെ ലോഡിലിരിക്കുന്ന ആ കറണ്ട് ഐ എന്ന് പറയുന്ന ആ ബ്രാഞ്ച് ബി ഡാഷ് എന്ന് പറയുന്ന ബ്രാഞ്ച് അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, like this shown in the second figure, if we are interchanging this voltage source to B dash and interchanging the current I to A dash, what will happen? അപ്പോൾ രണ്ടുപേരും കിട്ടുന്ന, അതിന്റെ രണ്ടിലും കിട്ടുന്ന കറണ്ട്, സെയിം കറണ്ട് വിൽ പ്രൊഡ്യൂസ് എ കറണ്ട് ഐ. ദ റെസ്പോൺസ്, അതിന്റെ റേഷ്യോ എടുക്കുകയാണ് എങ്കിൽ ദി ആൻസർ വിൽ ബി സെയിം, രണ്ടും സെയിം ആയിരിക്കും എന്നാണ്. സോ ദിസ് ഇസ് ദ തിയറം വിച്ച് we have to say about reciprocity. So in a linear bilateral network, if a single voltage source
ഫസ്റ്റ് ഫിഗർ നോക്കുക. സിംഗിൾ വോൾട്ടേജ് സോഴ്സ് വി എ ഇൻ ബ്രാഞ്ച് എ, അതായത് എ ഡാഷ്, പ്രൊഡ്യൂസസ് എ കറണ്ട് ഇൻ ബ്രാഞ്ച് ഐ in branch B, produces a current I in branch V. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ, then the voltage source V is removed. അതിന് ഈ വോൾട്ടേജ് സോഴ്സിനെ എ ഡാഷിലിരിക്കുന്ന വോൾട്ടേജ് സോഴ്സിനെ റിമൂവ് ചെയ്ത് സെക്കൻഡ് ഫിഗറിൽ നോക്കുക, അത് ബി ഡാഷിൽ വെക്കുകയാണെങ്കിൽ, ആൻഡ് ഇൻസർട്ടഡ് ഇൻ ദ ബ്രാഞ്ച് ബി, പ്രൊഡ്യൂസിങ് എ കറണ്ട് ഐ ഇൻ ബ്രാഞ്ച് എ ഡാഷ്, പ്രൊഡ്യൂസ് എ കറണ്ട്. This ratio, output by input ratio, രണ്ട് കണ്ടീഷൻ, രണ്ട് ഫിഗറിലുമുള്ള എക്സൈറ്റേഷൻ, റെസ്പോൺസ് ടു ദ എക്സൈറ്റേഷൻ ഈസ് സെയിം. This is called reciprocity theorem. Okay. So that's here explained the application of produce a current in B dash. Now the position of the sources change ചെയ്തു, are interchanged by connecting the voltage source B dash. Reciprocity theorem ratio എന്തായിരിക്കും? Same ആയിരിക്കും. That's a very simple theorem which you have to. And this is an important question which may ask as short question for 4 marks. So you have to study that reciprocity theorem, its figure and explanation, which gives you 4 marks for university examination. So let us move towards a tutorial example for reciprocity theorem. You have to verify that both sides, രണ്ട് സൈഡിലും വെച്ചാലും അതിന്റെ റേഷ്യോസ് എടുക്കുമ്പോൾ സെയിം ആണ് വരുന്നത് എന്ന് you have to prove. Okay. So here is the question. Consider an voltage source. ഒരു എ ബി എന്ന ടെർമിനലിൽ ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? 20 വോൾട്ട്. ഇവിടെ അതിന് ഇടയ്ക്ക് കുറച്ച് റെസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. സി ഡി എന്ന് പറയുന്നതാണ് ലോഡ്. കാരണം നമ്മൾ റെസിപ്രോസിറ്റി എന്ന് പറയുമ്പോൾ ലോഡാണ് അറ്റത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ലെറ്റ് ഐ ബി ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദാറ്റ്. അപ്പോൾ ആ കറണ്ട് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കറണ്ട് യു ഹാവ് ടു ടേക്ക് ബാക്ക്. അതായത് ആ കറണ്ടിന്റെ ആ റെസിസ്റ്ററിനെ സി ഡിന്ന് ഇളക്കി മാറ്റിയിട്ട് എ ബിയിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയും ആ 20 വോൾട്ട് സോഴ്സ് എടുത്ത് സി ഡിയിൽ കൊടുക്കുകയും ചെയ്യുന്ന രണ്ട് കേസസ് ആണ് വി ഹാവ് ടു വെരിഫൈ. ഫസ്റ്റ് കേസ് ആണ് ഞാൻ ആദ്യം ഫിഗറിൽ തന്നിരിക്കുന്ന കേസ് തന്നെയാണ്. ഓക്കെ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഐയിൽ കൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കുക. സോ കറണ്ട് ഫ്ലോയിങ് ത്രൂ സി ഡി, ശ്രദ്ധിച്ച് നോക്കുക ഫിഗറിൽ, കറണ്ട് ഫ്ലോയിങ് ത്രൂ സി ഡി. അതിന് ആദ്യം ടോട്ടൽ കറണ്ട് കിട്ടണം. യു ഹാവ് ടു അപ്ലൈ കറണ്ട് ഡിവൈഡർ റൂൾ. ദാറ്റ്സ് ഫോർ ദാറ്റ് യു ക്യാൻ ഗിവ് ഐ ടി. സോ ഐ ടി കണ്ടുപിടിക്കാൻ ഐ എന്ന് പറയുന്നത് വി ബൈ ആർ ഇക്വലന്റ് ആണ്. വി ബൈ ആർ ഇക്വലന്റ് ആണ്. ഈ സർക്യൂട്ടിൽ ആർ ഇക്വലന്റ് കണ്ടുപിടിക്കാനായിട്ട് വി നോ ദാറ്റ് ദിസ് 2 ohm and this 2 ohm are in parallel, and that value and this 2 ohm will be in series, and that value and this 3 ohm will be in parallel, and this equivalent value and 2 ohm will be in series, which gives you what? R equivalent. So R equivalent ഒരു വാല്യൂ കിട്ടും. ഐ ടി കണ്ടുപിടിക്കാൻ 20 divided by their R equivalent, and you will get R equivalent as what? 5.71. Then you can apply current divider rule here. അപ്പോൾ ഈ ഐ ടി എന്ന് പറയുന്നത് ഈ 2 ohmന്റെ അറ്റത്ത് വരെ വരും, ഇവിടെ വരെ വരും. ഓക്കെ. എന്നിട്ട് കറണ്ട് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ കറണ്ട് ഡിവൈഡർ റൂൾ ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്താൽ കിട്ടില്ല. ഇത് നേരത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ചെയ്ത പോലെ ഒന്ന് ചെറുതാക്കണം. ജസ്റ്റ് 2 ohm and 2 ohm will be in parallel. അപ്പോൾ ആ സർക്യൂട്ട് ഒന്ന് ചെറുതായിരിക്കും. ആ സർക്യൂട്ട് വരച്ചതിന് ശേഷം ഇവിടെ ഈ പോയിന്റിൽ വെച്ച് ഐ ടോട്ടൽ, അതായത് ഐ ടോട്ടൽ കിട്ടുന്നത് 5.71 ആംപിയർ എന്നാണ്. ആംപിയർ ആണ്. ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ആസ് ഓം, ബട്ട് ഇറ്റ് ഈസ് ആംപിയർ ഐ ടോട്ടൽ. ഓക്കെ. അപ്പോൾ ആംപിയർ എന്നുള്ളത് ഇവിടെ കൊണ്ടുവരണം. അത് വെച്ചുകൊണ്ട് ഈ 2 ചെയ്ത ഇക്വലന്റ് സർക്യൂട്ടിൽ കൂടെ, അതായത് ഇവിടെ കൂടെയുള്ള ഇത് കണ്ടുപിടിക്കണം, കറണ്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ ടോട്ടൽ കറണ്ട് ആക്കി ഈ 2 ohmന്റെ അവിടെ വെച്ചുകൊണ്ട് ഇവിടത്തെ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. And you will get the answer as 1.43. You have to solve it using different steps and figures, and you will get an current as what? 1.43 ohm as I. Now interchange this what? Load and source. Source and load interchange ചെയ്യുക. What you will get? Interchange ചെയ്തു.
അവിടെ ഇരുന്ന ലോഡിനെ എടുത്ത് ഇവിടെ വെച്ചു, ഇവിടെ ഇരുന്ന സോഴ്സിനെ എടുത്ത് ഇവിടെ വെച്ചു. സോഴ്സിനെ വെച്ചപ്പോൾ ഒരു 2 ohm ഇവിടെ അഡീഷണൽ ഉണ്ടായിരുന്നു. ആ 2 ohm കൂടെ എന്ത് ചെയ്തു വന്നു. ഓക്കെ, ഈ 2 ohm ഓക്കെ വന്നു. ക്ലിയർ അല്ലേ? Solve the same thing which you can give it as I2 dash. Same ഇത് ചെയ്യാം. ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഐ ടോട്ടൽ കണ്ടുപിടിക്കുക, ഇവിടെ വെച്ചുകൊണ്ട് ഐ ടോട്ടൽ ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ കിട്ടുന്നു, അടുത്ത സർക്യൂട്ട് ബ്രാഞ്ച് കിട്ടുന്നു, അവിടെ ഐ ടോട്ടൽ ആയിക്കൊണ്ട് ഇവിടത്തെ കണ്ടുപിടിക്കാം. ആൻഡ് യു വിൽ ഗെറ്റ് ദ സെയിം. ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബി equivalent resistance will be 3.23 and the current will be total current will be 6.19 ampere. And by solving using current divider rule, when solving you will get what? 1.43. And taking the response out input to output ratio എടുത്തു കഴിഞ്ഞാൽ ഇത് പറയുന്നുണ്ട് reciprocity both cases ratio of input to output എടുത്തു കഴിഞ്ഞാൽ you will get 20 divided by 1.43 which gives the ratio as same 13.99. So first കേസിൽ വെക്കുമ്പോൾ ഇൻപുട്ട് ടു ഔട്ട്പുട്ടിന്റെ റേഷ്യോ എടുക്കുമ്പോൾ 20 divided by 1.43 will gives you the same, അതായത് സെയിം കറണ്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ, നല്ല റേഷ്യോ കറക്റ്റ് ആവും. And here also 20 divided by 1.43 will gives you 13.99. So that's all about a problem which you have to do. Okay, so today we discuss about maximum power transfer theorem and its proof and its application. It can be applicable for a linear and bilateral network, and it is a subsidiary thing which we can use for other theorems. And then we discuss about reciprocity theorem. Reciprocity theorem ഒരു tutorial problem നമ്മൾ ചെയ്തു. So these are about the DC theorem. So we discuss about superposition theorem, Norton's theorem, Thevenin's theorem, maximum power transfer theorem, and reciprocity theorem. So these are the 5 theorems in DC circuits. So these are all the 5 theorems for DC circuits. Okay, thank you.